നമ്മളിന്ന് ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ആദ്യം തന്നെ ഞാൻ വലിയൊരു സോറി പറയുകയാണ്. കാരണം നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മളൊരു 23ാമത്തെ ദിവസം വരെ എത്തി. ഇനി ഒരു 7 ദിവസം കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു ഗ്യാപ്പൊക്കെ എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ഞാൻ 1-2 വീഡിയോ ഒക്കെ ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് ഒട്ടും തണുപ്പ് പറ്റുന്നില്ല കേട്ടോ. മഴ പോയി വെയിൽ വന്നു എന്നൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണ് മഴയും തണുപ്പും. നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ വയനാട്ടിലൊക്കെ നല്ല തണുപ്പൊക്കെ. മഴ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്, വെയിൽ വന്നാൽ നല്ല ചൂടാണ്. അപ്പോൾ എൻ്റെ ആരോഗ്യം തീരെ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ ചലഞ്ച് മുന്നോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യാത്തത്. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചലഞ്ച് അങ്ങോട്ടേക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു റുട്ടീൻ സെറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് റുട്ടീൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റുട്ടീനും ചെയ്യാതിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് അത് പറ്റില്ല, എന്തായാലും ഈ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റുന്ന റുട്ടീൻ വീഡിയോ ആയിട്ട് ഒരെണ്ണം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് റുട്ടീൻ ഞാൻ സെറ്റ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ റുട്ടീൻ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു കാര്യം പറയാം. തണുപ്പാണ്, അപ്പോൾ ഈ റുട്ടീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് തന്നെ ഫോളോ ചെയ്യണം, അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മുടിക്ക് വലിയ രീതിയിൽ പ്രശ്നമുണ്ട്, അപ്പോൾ ഒരു ഹെയർ കെയർ കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ഇതിനകത്തുള്ള 1-2 പാക്കുകളൊക്കെ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ചെയ്തിട്ട് നിങ്ങൾ റുട്ടീൻ ഫോളോ ചെയ്താൽ മതി. പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ റുട്ടീനൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും കാര്യമായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അതങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് എന്താണ് മോർണിംഗ് ഹെയർ കെയർ, എന്താണ് നൈറ്റ് ഹെയർ കെയർ എന്നുള്ളത്. അതൊന്ന് ഞാൻ ചുരുക്കി പറയാം കേട്ടോ. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചാനലിൽ പേര് വെച്ചിട്ട് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും അത് എന്താണെന്നുള്ളത്. വേറെ ഒന്നുമില്ല, നിങ്ങളിപ്പോൾ മുടിയിൽ ഹെയർ സെറം അല്ലെങ്കിൽ ടോണർ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നാച്ചുറൽ ആയിട്ട് തന്നെ ഒരുപാട് തയ്യാറാക്കിയിട്ടുണ്ട്, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പിന്നെ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് മുടി ചീകി കെട്ടൊക്കെ കളഞ്ഞ് കുറച്ച് ഹെയർ സെറം എടുത്തിട്ട് മുടിയിലും സ്കാൽപ്പിലൊക്കെ ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് കെട്ടി വെക്കുക. ഇതാണ് നൈറ്റ് ഹെയർ കെയർ. പിന്നെ മോർണിംഗ് ഹെയർ കെയർ എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് മുടി പിന്നെ രാത്രി നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ടല്ലോ, അത് മുടി ഒന്ന് അഴിച്ചിട്ട് ജസ്റ്റ് ഇപ്പോൾ ഹെയർ സെറം എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് ചീകി കെട്ടി കളഞ്ഞ് വെക്കുക, അത്ര മാത്രമേ ഉള്ളൂ. മുടി ചീകാതെ എപ്പോഴും ഇങ്ങനെ കെട്ടി വെക്കുക, അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ മനസ്സിലാവാത്ത കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയർ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി റുട്ടീൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ എപ്പോഴും റുട്ടീൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് Day 1 തൊട്ട് Day 7 വരെയാണ് പറഞ്ഞു തരിക. അപ്പോൾ അതിനകത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും നമ്മൾ പാക്ക് ചെയ്യുന്നത്. 1ാമത്തെ ദിവസം ചെയ്ത് കഴിഞ്ഞാൽ 2ാമത്തെ ദിവസം മുടിയിൽ പാക്കുകളും കാര്യങ്ങളും ചെയ്യില്ല. 3ാമത്തെ ദിവസമാണ് മുടിയിൽ പാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് നിങ്ങളിപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരുണ്ടാവാം, ഒന്നിടവിട്ട ദിവസങ്ങളിൽ മുടി കഴുകുന്നവരുണ്ടാവും. അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യാം. ഡെയിലി ഹെയർ വാഷ് ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ പാക്കുകൾ ചെയ്യുന്നത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമായിരിക്കണം എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് Day 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ Day 1 നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മുടിയിൽ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ മുടിയിൽ തേക്കുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. കാച്ചി എണ്ണ വേണം അങ്ങനത്തെ ഒരു നിർബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങൾ വെറും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. നിങ്ങളുടെ മുടിക്ക് ചേരുന്ന ഏതെങ്കിലും ഒരു ഓയിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. അന്നത്തെ ദിവസം ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കണം, മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിലിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്കിപ്പോൾ കാസ്റ്റർ ഓയിൽ മുടിക്ക് ചേരുമെങ്കിൽ കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേരുമെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ ചേർത്തിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ചിലരൊക്കെ എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുന്നവരുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ചെയ്യാം. പിന്നെ കാസ്റ്റർ ഓയിൽ ചേർത്ത് ഉപയോഗിക്കുന്നത്, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്ത് ഉപയോഗിക്കുന്നത്, അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1ാമത്തെ ദിവസം മുടിയിൽ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് നേരം തണുപ്പൊന്നും പ്രശ്നമില്ലെങ്കിൽ അതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകുക കേട്ടോ. കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ചിട്ട് തന്നെ കഴുകണം, കാരണം നമ്മൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുടിയിൽ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് പോകണമെങ്കിൽ 1ാമത്തെ ദിവസം നിങ്ങൾ കെമിക്കൽ ഷാമ്പു എന്തായാലും ഉപയോഗിക്കണം കേട്ടോ. കെമിക്കൽ ഷാമ്പു ഇന്ന ഷാമ്പു തന്നെ എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു സെലക്ട് ചെയ്യാം. അതിന്റെ കൂട്ടത്തിൽ ഒരു കണ്ടീഷണർ ഉപയോഗിക്കാം. 1ാമത്തെ ദിവസം ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ അടുത്തത് 2ാമത്തെ ദിവസമാണ്. 2ാമത്തെ ദിവസം നമ്മൾ മുടിയിൽ ഹെയർ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല, കാരണം നമ്മൾ 1ാമത്തെ ദിവസം മുടിയിൽ ഓയിലൊക്കെ തേച്ച് ഷാമ്പു ഉപയോഗിച്ച് കഴുകിയതാണ്. അപ്പോൾ 2ാമത്തെ ദിവസം നമ്മൾ മുടിയെ ഫ്രീ ആയിട്ട് വിടേണ്ട ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ അന്നത്തെ ദിവസം മുടി കഴുകാൻ കുഴപ്പമൊന്നുമില്ല. മുടി ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ട് കുറച്ച് ഓയിൽ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. പാക്കുകളോ കാര്യങ്ങളോ ഷാമ്പു ഒന്നും അന്നത്തെ ദിവസം നിങ്ങൾ ഉപയോഗിക്കരുത്. മുടി അന്നത്തെ ദിവസം കഴുകുന്നില്ലെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മോർണിംഗ് ഹെയർ കെയർ നൈറ്റ് ഹെയർ കെയർ ഉണ്ടല്ലോ, അത് ഈ മുടി കഴുകാത്ത ദിവസം, മുടിയിൽ പാക്ക് ഉപയോഗിക്കാത്ത ദിവസമൊക്കെ അത് കറക്റ്റായിട്ട് നന്നായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും കാര്യമായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ റുട്ടീനിൽ അടുത്ത് വരുന്ന 3ാമത്തെ ദിവസമാണ്. അപ്പോൾ 3ാമത്തെ ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ താരന്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്ക് പറഞ്ഞുതരാം. നല്ല റിസൾട്ട് തരുന്ന പാക്കാണ് കേട്ടോ. ചെറിയുള്ളി ഉപയോഗിച്ചിട്ടുള്ള പാക്കാണ്. ചെറിയുള്ളി ഉപയോഗിച്ച് നമ്മൾ ഒരുപാട് പാക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുടി കൊഴിച്ചിൽ താരന്റെ പ്രശ്നം, ഇപ്പം
നെറ്റി കയറുന്ന പ്രശ്നമൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ചെറിയുള്ളി ഒന്ന് ഉപയോഗിച്ച് നോക്കാട്ടെ, നല്ല റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന പാക്ക് ഏതാണെന്ന് വെച്ചാൽ പിന്നെ പേരയിലയും ചെറിയുള്ളിയും തൈരും ഉപയോഗിച്ചിട്ട് നമ്മളൊരു പാക്ക് ചെയ്തിട്ടുണ്ട്. നല്ല പാക്കാണ് കേട്ടോ, അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ പേരയില ഇല്ല എന്നാണെങ്കിൽ അതിന് പകരമായിട്ട് മുരിങ്ങയിലയില്ലേ, മുരിങ്ങയില ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. അപ്പം ഈ ഒരു പാക്ക് നിങ്ങൾക്ക് 3-ാമത്തെ ദിവസം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം അന്നത്തെ ദിവസം പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വെറുതെ വെള്ളത്തിൽ മുടി കഴുകിയാൽ മതി. അപ്പം 3-ാമത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് വരുന്നത് 4-ാമത്തെ ദിവസമാണ്. 4-ാമത്തെ ദിവസം 2-ാമത്തെ ദിവസം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മുടിയിൽ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യാതെ മുടിയെ ഫ്രീ ആയിട്ട് വിടുന്ന ദിവസമാണ്. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്തു കൊടുത്താൽ മതി. പിന്നെ അടുത്തത് വരുന്നത് ഡേ 5 ആണ്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്ക് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ മഴ ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള പാക്കുകൾ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. അപ്പൊ അന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ താളി ഉപയോഗിക്കാം. താളി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് താളി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ചെമ്പരത്തി താളി ചെയ്യാം, പാടത്താളി ചെയ്യാം, പിന്നെ വട്ടക്കുറുന്തൊട്ടിയുടെ താളിയൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അപ്പൊ ഏതെങ്കിലും ഏത് താളിയാണോ നിങ്ങൾക്ക് പിന്നെ എളുപ്പത്തിൽ കിട്ടുന്നത് ആ താളി നിങ്ങൾക്ക് ചെയ്യാം. വേറെ ഒന്നുമില്ല, താളി ഉപയോഗിച്ച് മുടി കഴുകിയാലും മതി, അല്ലെങ്കിൽ താളി ഒരു പാക്കായിട്ട് ഒരു 10-15 മിനിറ്റ് തേച്ച് വെച്ചിട്ട് കഴുകിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി താളി ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ കഞ്ഞിവെള്ളം ഇല്ലേ, കഞ്ഞിവെള്ളം ഉപയോഗിക്കാം കേട്ടോ. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അതൊന്ന് ജസ്റ്റ് എല്ലായിടത്തും കുറച്ച് ഓയിൽ തേക്കണേ, കുറച്ച് ഓയിൽ തേച്ചിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് കഴുകുകയാണെങ്കിൽ അതും മതി കേട്ടോ, അതും ഏറ്റവും നല്ലതാണ്. ഇനി നിങ്ങൾക്ക് താളിയും കഞ്ഞിവെള്ളം പറ്റുന്നില്ല എന്നാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ ഹെയർ ഗ്രോത്ത് വാട്ടർ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കരിഞ്ജീരകം വെള്ളം ചെയ്തിട്ടുണ്ട്, ഉലുവയും ഗ്രാമ്പൂവും പേരയിലയൊക്കെ ചേർത്തിട്ട് നമ്മൾ ഹെയർ ഗ്രോത്ത് വാട്ടർ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ സെലക്ട് ചെയ്തിട്ട് 5-ാമത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്. ഇനി അടുത്തത് 6-ാമത്തെ ദിവസമാണ് വരുന്നത്. 6-ാമത്തെ ദിവസം നമ്മൾ മുടിയിൽ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യാത്ത ദിവസമാണ്. അന്ന് മുടിയെ ഫ്രീ ആയിട്ട് വിടുക. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും കാര്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്തു കൊടുക്കുക കേട്ടോ. പിന്നെ അടുത്തത് വരുന്നത് 7-ാമത്തെ ദിവസമാണ്. നമ്മുടെ റുട്ടീനിലെ വീക്കെൻഡ് വരുന്ന ദിവസമാണ്. അന്നത്തെ ദിവസം കുറച്ച് ഹെവി ആയിട്ടുള്ള പാക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഹെവി ആയിട്ട് തന്നെ ചെയ്യണം നിർബന്ധമില്ല, ലൈറ്റ് ആയിട്ടുള്ള പാക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അന്നത്തെ ദിവസം ഞാൻ പറയുന്ന ഒരു പ്രോട്ടീൻ പാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്തിന് അത് നന്നായിട്ട് സഹായിക്കും. പ്രോട്ടീൻ പാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മുട്ട ഉപയോഗിച്ചിട്ടുള്ള പാക്കുകളാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പാക്ക് എന്ന് പറയുന്നത് നമ്മൾ മുട്ടയുടെ വെള്ളം മാത്രം എടുത്തിട്ട് പിന്നെ മുടിയിൽ നന്നായിട്ട് ഓയിൽ തേച്ചിട്ട് നമ്മൾ തേച്ച് കൊടുക്കാറുണ്ട്. പിന്നെ മുട്ടയുടെ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് തൈര് ചേർത്തിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട്. മുട്ടയുടെ മഞ്ഞ നമ്മൾ ഉപയോഗിക്കലില്ല കേട്ടോ, സ്മെല്ലുള്ളതുകൊണ്ടാണ് മഞ്ഞ ഒഴിവാക്കുന്നത്. അപ്പോൾ മുട്ടയുടെ വെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഏത് ഹെയർ പാക്ക് വേണമെങ്കിലും അന്നത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ ഏതെങ്കിലും ഒരു പാക്ക് പറയുമ്പം അത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ഒരുപാട് തവണ വീഡിയോ ചെയ്തിട്ടുണ്ട്. മുട്ടത്താളി ചെയ്തിട്ടുണ്ട്, കെരാറ്റിൻ പാക്ക് ചെയ്തിട്ടുണ്ട്, പ്രോട്ടീൻ പാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പാക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ പേര് വെച്ച് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോട്ടീൻ പാക്കുകളൊക്കെ കിട്ടും കേട്ടോ. അതിനകത്ത് നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ പറ്റുന്നത് അത് ഈ 7-ാമത്തെ ദിവസം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. അങ്ങനെ 7 ദിവസത്തെ പാക്ക് കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് 8-ാമത്തെ ദിവസമാണ്. 8-ാമത്തെ ദിവസം നമ്മൾ മുടിയിൽ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അന്നത്തെ ദിവസം മുടിയെ ഫ്രീ ആയിട്ട് വിടുക. പിന്നെ മോർണിംഗ് ഹെയർ കെയർ നൈറ്റ് ഹെയർ കെയർ കാര്യമായിട്ട് ചെയ്താൽ മതി. പിന്നെ അടുത്തത് 9-ാമത്തെ ദിവസമാണ് വരുന്നത്. എല്ലാവർക്കും 9-ാമത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കൺഫ്യൂഷൻ. നമ്മളൊരു റുട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാഴ്ച നമ്മൾ ഫോളോ ചെയ്തിട്ട് അത് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് നമ്മൾ റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ 1-ാമത്തെ ദിവസം എന്താണോ ചെയ്തത് അത് തന്നെ നിങ്ങൾ 9-ാമത്തെ ദിവസം ചെയ്യുക. പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ എന്താണോ ചെയ്തു വന്നത് അത് തന്നെ റിപ്പീറ്റ് ആയിട്ട് അടുത്ത ആഴ്ച നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ റുട്ടീനൊക്കെ ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരാഴ്ച നിങ്ങൾ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മുടിക്ക് അത് നന്നായിട്ട് തോന്നുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണെങ്കിൽ അടുത്ത ആഴ്ച നിങ്ങളത് ഫോളോ ചെയ്യുക. ഒരു 2 ആഴ്ചയൊക്കെ നിങ്ങളിത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുടിയിൽ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് എന്തായാലും അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഇങ്ങനെ റുട്ടീൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളിങ്ങനെ പാക്കുകൾ മാത്രം ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. അതിന്റെ കൂട്ടത്തിൽ നമ്മളെ ഫുഡ് നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ രീതിയിലെങ്കിലും കേട്ടോ, വലിയ രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഫുഡ് ഒന്ന് ശ്രദ്ധിക്കുക. അതിന്റെ കൂട്ടത്തിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക കേട്ടോ. മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ വെള്ളം കൂടി കുറവായിരിക്കും. അപ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അജി ഹെയർ കെയർ വീഡിയോ എന്താ ചെയ്യാത്ത, ഹെയർ കെയർ വീഡിയോ ഇനി ചെയ്യില്ലേന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, മഴയും തണുപ്പും ആയതുകൊണ്ടാണ് ഞാൻ ഹെയർ കെയർ ഒന്ന് മാറ്റി വെച്ചിരിക്കുന്നത്. എൻ്റെ ഹെൽത്തിന് ഒട്ടും പറ്റുന്നില്ല. ആദ്യമൊന്നും അങ്ങനെ ചെയ്യുമ്പോൾ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ തണുപ്പ് ഒട്ടും പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യാതിരിക്കുന്നത്. മഴയൊക്കെ മാറിക്കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും നമ്മൾ ഹെയർ കെയർ വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ റുട്ടീൻ ഞാൻ പറഞ്ഞു തന്നതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അറിയാലോ ഞാൻ എപ്പോഴും കുറച്ച് സ്പീഡായിട്ടാണ് സംസാരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഹെയർ കെയർ വീഡിയോ ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാതിരിക്കേണ്ട. നമ്മുടെ വീഡിയോസിന്റെ ഏത് വീഡിയോസിന്റെ താഴെ നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചാലും ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ.